അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ റിവിഷൻ എന്നോണാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫിഖ്ഹ് എന്താന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ കാര്യത്തിനും റൂൾസ് ഉണ്ടാകും. എന്നാൽ ഇസ്ലാമിൽ ഇബാദാത്തുകൾ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള റൂൾസാണ് ഫിഖ്ഹ് പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ പാഠം നമുക്കുള്ളത് നിസ്കാരമാണ്. നിസ്കാരം അതിമഹത്തായ ഇബാദത്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൗല് നമ്മൾ പറഞ്ഞു, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നുബൂവത്തിൻ്റെ നിസ്കാരം നിർബന്ധമായത് എപ്പോഴാണ്? നുബൂവത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27 രാവിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുണ്ടെന്നാണ്. ഒന്ന് മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക. ആ ബുദ്ധി ഉണ്ടാവുക നമ്മൾ പറഞ്ഞു, പെർമനൻ്റ് ആയിട്ട് ബുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് നിസ്കാരം നിർബന്ധമല്ലാതാവുക. അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ബുദ്ധി നഷ്ടപ്പെടുമ്പോൾ നിസ്കാരം നിർബന്ധമാണ്, കാരണം അത് ടെമ്പററിയാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ 4ാമത്തത് ഹൈദ്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക, അതായത് ശുദ്ധിയാവുക. പിന്നെ പ്രായപൂർത്തിയാവുന്നതിൻ്റെ അടയാളങ്ങൾ: 15 വയസ്സാവുക, പൂർത്തിയാവുക, മനി പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക തുടങ്ങിയവ. പിന്നെ ഹൈദ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ പ്രായം ഏകദേശം 9 വയസ്സാണ് നമ്മൾ പറഞ്ഞു. പിന്നെ 7 വയസ്സായ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ സമയത്തെ തൊട്ടെന്താവരുത്, നിസ്കാരത്തെ പിന്തിരിപ്പിക്കരുത്. അങ്ങനെ പിന്തിയാൽ അതിനെ ഖളാ എന്ന് പറയും. അങ്ങനെ ഖളാ ആക്കൽ കൊണ്ട് കുറ്റം കിട്ടും. എന്നാൽ കാരണങ്ങളായ 2 നമ്മൾ പറഞ്ഞു, ഉറക്ക്, മറവി. ഈ കാരണങ്ങൾ കൊണ്ട് ഖളാ ആയാൽ കുറ്റം ഉണ്ടാവില്ല, പക്ഷെ ഖളാ ആവും. സമയത്തെ തൊട്ട് പിന്തിയാൽ അതിനെ ഖളാ എന്ന് നമ്മൾ പറയും. അത് വീട്ടിൽ നിസ്കരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹൈദ്, നിഫാസ് ഇത് 2 ഉണ്ടാവുന്ന സമയത്ത് നിസ്കാരം ഹറാമാണ്, നിസ്കരിക്കൽ ഹറാമാണ്. അതിനെന്താക്കേണ്ട ആവശ്യമില്ല, ഖളാ വീട്ടേണ്ടതുമില്ല എന്നുള്ള കാര്യങ്ങളാണ് 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി 2ാമത്തെ പാഠം അൽമിയാ, വെള്ളങ്ങൾ. മാഇൻ്റെ ജമ്മാണ്, അല്ലെങ്കിൽ പ്ലൂരലാണ് മിയാ എന്നുള്ളത്. ഈ 2 ചിത്രങ്ങൾ നോക്കി വ്യത്യാസം കണ്ടെത്തുക. നമ്മൾ ചായയും വെള്ളവും 2ഉം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. എന്നിട്ട് 3 തരത്തിൽ വെള്ളം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് തഹൂർ, താഹിർ, നജസ്. തഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. ഉദാഹരണങ്ങൾ മഴവെള്ളം, പുഴവെള്ളം, കിണറ്റിലെ വെള്ളം, കടൽ വെള്ളം എന്നൊക്കെ പറഞ്ഞു. അതായത് നമുക്ക് ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റും, അത് ശുദ്ധിയുള്ളതാണ്. മറ്റൊന്നിനെ അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റും, മറ്റൊന്നിനെ അതുകൊണ്ട് ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. 2ാമത്തെ താഹിറായ വെള്ളം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. അതാണ് താഹിർ. ഉദാഹരണങ്ങൾ തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം. ഇതുകൊണ്ട് നമ്മൾ എന്താക്കല്ല, ഉദോടുക്കല്ല, കാരണം മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റൂല. ജ്യൂസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നജസോ, സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഉദാഹരണങ്ങൾ മൂത്രം, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ നമ്മൾ പറഞ്ഞു. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയും എന്ന് നമ്മൾ പറഞ്ഞു. മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ ഫർളിന് വേണ്ടി ഉപയോഗിച്ച വെള്ളം, ഫർളിന് വേണ്ടി ഉപയോഗിച്ച വെള്ളം. നമ്മളതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ 2ാമത്തെ പാഠത്തിൽ 3 തരം വെള്ളമാണ് പറഞ്ഞത്. ഇനി 3ാമത്തെ പാഠം അന്നജാസത്തു വതത്ഹീറുഹ. നജസ് പ്ലൂരൽ, നജാസത്ത്. വതത്ഹീറുഹ അതിനെ ശുദ്ധീകരിക്കേണ്ട രൂപങ്ങൾ. ശുദ്ധീകരിക്കുക നജസിൽ നിന്ന്, അഴുക്കിൽ നിന്ന്. നജസുകൾ 3 വിധമാണ്. 1 മുഖഫഫ്, 2 മുത്തവസിത്ത്, 3 മുഗല്ലദ്. ഈ 3ൽ 2 കാര്യങ്ങളാണ് പറയാം. എന്താണെന്ന് പറയും നജസ്, അതിനെ ശുദ്ധീകരിക്കേണ്ട രൂപങ്ങൾ എന്താണെന്ന് പറയാം. മുഖഫഫ് എന്ന് പറഞ്ഞാൽ എന്താ? 2 വയസ്സ് തികയാത്ത, പാലില്ലാത്തതൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ്. അതിനെയാണ് ലഘുവായ നജസ്. അപ്പോൾ ഒരിടത്തൊരു കുട്ടി മൂത്രയിച്ചു, പറയപ്പെട്ട രീതിയിലുള്ള ഒരു കുട്ടി മൂത്രയിച്ച്, അതെങ്ങനെ ശുദ്ധീകരിക്കുക? ആ മൂത്രത്തിനേക്കാളും വെള്ളം കുടഞ്ഞാൽ മതി. ഇനി ഒരിടത്ത് മൂത്രയിച്ച് അത് ഉണങ്ങിപ്പോയി, അങ്ങനെയാണെങ്കിലോ അത് കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ശുദ്ധിയാകും. 2ാമത്തത് മുത്തവസിത്താണ്. മുത്തവസിത്ത് എന്ന് പറഞ്ഞാൽ മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ജലം, മനുഷ്യൻ, മത്സ്യം, വെട്ടുക്കിളി ഇവയല്ലാത്തതിൻ്റെ ശവം.
പിന്നെ മദി, വദി, ലഹരി പദാർത്ഥങ്ങൾ അതൊക്കെ മുത്തവസിതാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ നിറം, മണം, രുചി ഇതെന്താണ് പോകണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അവസാനം നമ്മൾ അതിൻ്റെ അതിനുള്ള വിടുതികളൊക്കെ നമ്മൾ പറഞ്ഞു. കീറി മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ നജസ് മുഗല്ലദാണ്. മുഗല്ലദ് പറഞ്ഞാൽ നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും. അതാണ് മുഗല്ലദ്, ശക്തിയായ നജസ്. ഇതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു 7 വട്ടം കഴുകണം എന്നുള്ളത്. അതിലൊരു വട്ടം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടാവണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ഇത് ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട വസ്തുക്കളുടെ തടി ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതാദ്യം മാറ്റിയിട്ടാണ് 7 വട്ടം കഴുകേണ്ടത്. അത് മാറ്റുന്നത് എത്ര വെള്ളം ഉപയോഗിച്ചു അതൊന്നും ഉണ്ടാവില്ല, ഈ 7ൽ കൂട്ടൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് ഈ നജസിൻ്റെ തടി നമ്മുടെ തടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം 7 വട്ടം കഴുകണം. അതിൽ നിന്നൊന്ന് ശുദ്ധമായ മണ്ണ് കൊണ്ടുള്ള വെള്ളത്തിലായിരിക്കണം നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞു 200 കൊല്ലത്തെ, അതായത് 200 ലിറ്റർ വെള്ളം. 200 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നജസ് മുക്കിയിട്ട് കഴിക്കരുത്, കാരണം ആ വെള്ളം നജസാവും. 200 ലിറ്ററിൻ്റെ മുകളിലുള്ളതാണെങ്കിൽ അതെന്താവില്ല, നമ്മൾ നജസിടൽ കൊണ്ട് നജസ് അതിലാവില്ല. അതുകൊണ്ട് 200 ലിറ്ററിൽ കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ നജസ് ഇട്ട് കഴുകരുത്, അതിനെന്താക്കണം, ഒഴിച്ച് കഴുകണം എന്ന് പറഞ്ഞു. പിന്നെ ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും. അതായത് ലഹരി പദാർത്ഥങ്ങൾ സ്വയം സുർക്കയായി, അങ്ങനെ ആകുമ്പോൾ ആ നജസിൽ നിന്ന് മാറിയിട്ട് അത് ശുദ്ധമായി മാറും. പിന്നെ നായ, പന്നി എന്നിവയല്ലാത്തതിൻ്റെ തോലെന്താക്കി ഊറക്കിട്ടും വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയൊക്കെ എടുത്താൽ അതും ശുദ്ധിയാകും എന്ന് നമ്മൾ 3ാമത്തെ പാഠത്തിൽ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ പാഠം അൽ-ഇസ്തിൻജാഉ. ഇസ്തിൻജാ, ശൗച്യം ചെയ്യാം, മനോഹരം ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയും. മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ, ശൗച്യം ചെയ്യുക എന്ന് പറയും. ശൗച്യം ചെയ്യേണ്ടുന്നതിൻ്റെ വിധി: 1. പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബാവണമെങ്കിൽ എന്താവണം, ആ നജസിന് എന്തുണ്ടാവണം, നനവുണ്ടാവണം. എന്നാൽ നനവില്ലെങ്കിൽ സുന്നത്ത്. അതായത് ഇപ്പോൾ പള്ളിയിലൊക്കെ ചിലപ്പോഴൊക്കെ നാട്ടിൽ പല്ലിയുടെ തീട്ടങ്ങളുണ്ടാവും. പല്ലിയുടെ തീട്ടം അത് ഉണങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അത് എടുക്കൽ കൊണ്ട് നമ്മളെ കയ്യിൽ എന്താവില്ല, നജസാവില്ല, കാരണം അത് നനവില്ല. പക്ഷെ അതെടുത്ത് കളഞ്ഞാൽ കൈ കഴുകൽ സുന്നത്താണ്. അതാണ് നനവില്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞത്. കാറ്റാണെങ്കിൽ കറാഹത്ത്, അതായത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാറ്റാണെങ്കിൽ കറാഹത്ത്. ഇനി ശൗച്യം ചെയ്യേണ്ട വസ്തുക്കൾ: തഹൂറായ വെള്ളം കൊണ്ടാണ് ശൗച്യം ചെയ്യുക, മനോഹരം ചെയ്യുക. നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്, വെള്ളമില്ലെങ്കിൽ കല്ല് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ. ഇനി കല്ലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം. ഇനി ശൗച്യം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ, ബഹുമാനിക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ട് നമ്മൾ മനോഹരം ചെയ്യരുത്. അന്ന് നമ്മൾ കുറേ ഉദാഹരണങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് മനോഹരം ചെയ്യരുത്. എല്ല് കൊണ്ട് നമ്മൾ മനോഹരം ചെയ്യരുത്. പിന്നെ അതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്തു, വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടാവണം. നമ്മൾ ശുദ്ധീകരിച്ചപ്പോൾ ആ നജസൊക്കെ നീങ്ങിയിട്ടുണ്ടെന്നുള്ള ഉറച്ച ധാരണ നമുക്ക് വേണം. ആ ധാരണ നിർബന്ധമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ശുദ്ധി ടിഷ്യൂ പേപ്പർ, കല്ല് പോലെയുള്ളവ കൊണ്ട് തടവുമ്പോൾ മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം എന്ന് പറഞ്ഞു. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവണം. തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ്. അതായത് 1, 3, 5, 7 അങ്ങനെ.
നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ, നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ, ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണമില്ലാതെ വലത് കൈ കൊണ്ട് ശൗച്യം ചെയ്യൽ കറാഹത്താണ്. ഇടത് കൈ കൊണ്ടാണ് നമ്മൾ ശൗച്യം ചെയ്യൽ, മനോഹരം ചെയ്യൽ. പിന്നെ എന്തെങ്കിലുമൊക്കെ കൈക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലത് കൈ കൊണ്ടാക്കാം, അതാണ് കാരണം. അപ്പോൾ കറാഹത്ത് വരില്ല. ആവശ്യമില്ലാതെ വലത് കൈ കൊണ്ട് എന്തായി ശുദ്ധീകരിച്ചാൽ അത് കറാഹത്താണെന്ന് പറഞ്ഞു. പിന്നെ ഇസ്തിൻജാഇന് ശേഷം ചെല്ലൽ സുന്നത്തായ ദിക്ർ നമ്മൾ പഠിച്ചു. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇതൊക്കെയാണ് നമ്മളെ പോഷൻ്റെ ഭാഗങ്ങൾ. നല്ല ഭാഗത്തിൽ പഠിക്കുക. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്ന് ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.